ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതുകൊണ്ട് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊരു ചക്ക അലുവ ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇവിടെ ഞാൻ അടുത്തടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വേണ്ട ആണിവെല്ലം, ശർക്കര വേണ്ട 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, ചെറിയ ജീരകം, ചുക്കുപൊടിയാണ് വേണ്ടിയത്. ചുക്കുപൊടി ഞാനിവിടെ ഉണ്ടെന്നാണ് വിചാരിച്ചത്, അപ്പോൾ ചുക്കുപൊടി കഴിഞ്ഞു പോയി. അപ്പോൾ ചുക്കുപൊടിക്ക് പകരം ഞാൻ എന്ത് ചെയ്തു, ഇഞ്ചി മിക്സിയിലടിച്ച് അതിൻ്റെ നീര് ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 2 തേങ്ങയുടെ പാല് വേണം. ഇപ്പോൾ തേങ്ങ തിരുമ്മി നമുക്ക് പാലെടുക്കണം. അതിന് ശേഷം നമ്മളിതെല്ലാം റെഡിയാക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ നമ്മുടെ ചക്ക അലുവ ഇരിക്കും. അപ്പോൾ ഒക്കെ അധികം പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമുക്ക് ഈ ചക്കയെല്ലാം എന്ത് ചെയ്യണം, ഒന്ന് കുരു കളഞ്ഞ് ഇതിൻ്റെ ചവിണിയൊക്കെ മാറ്റി കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കണം. അരിയണമെന്നൊന്നുമില്ല, മുഴുവനത്തെ തന്നെ ഇരുന്നോട്ട്. വെന്ത് കഴിയുമ്പോൾ ഇതങ്ങ് ഉടഞ്ഞു വന്നോളും. നമ്മൾ ഒരുപാട് ഇളക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ നല്ല പണിയുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒക്കെ ഈ ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞ് എല്ലാം റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി റെഡിയാക്കാനും വേണ്ടി ഞാനൊരു പാത്രമൊക്കെ ഇവിടെ എടുത്ത് കഴുകി റെഡിയാക്കി സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചക്കയെല്ലാം ഇവിടെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സമയലാഭത്തിന് വേണ്ടി അരിഞ്ഞിട്ടില്ല. അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്നാകും. അപ്പം ഞാനിതിപ്പോൾ അരിഞ്ഞിട്ടില്ല, ഞാൻ ഒന്നിച്ച് ഇടാമെന്ന് വിചാരിച്ചു. വെന്ത് കഴിയുമ്പോൾ ഇതങ്ങ് ഉടഞ്ഞോളും. അപ്പോൾ അത് കാരണം അരിഞ്ഞിട്ടില്ല കേട്ടോ. കുരുവെല്ലാം മാറ്റി ചവണിയെല്ലാം മാറ്റി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം, പാനിയാക്കി എടുക്കണം. ഇതിൻ്റെ ഒരു പകുതി ഞാൻ എടുക്കുകയാണിപ്പോൾ. ചക്കയ്ക്ക് അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഒരു 1/2 കിലോ ആണിവെല്ലം മാത്രമേ എടുക്കുന്നുള്ളൂ. കുറച്ച് ചക്കയല്ലേ ഉള്ളൂ. ഞാനിവിടെ നമുക്ക് ആവശ്യത്തിന് നെയ്യ് വേണം. മിൽമയുടെ നെയ്യ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിന് കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് മുഴുവനും വേണ്ട, അത് നമ്മൾ ശരിയാക്കി എടുക്കുമ്പോൾ അതിനനുസരിച്ച് എത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് ഒഴിക്കുമ്പോൾ അറിയാം. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഈ ശർക്കര എന്ത് ചെയ്യുക, പാനിയാക്കി എടുക്കാം. ഞാനൊരു പാത്രം എടുത്തുവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് അഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇവിടെ ശർക്കര പാനി റെഡിയാക്കാനായിട്ട് നമുക്ക് സ്റ്റവ് ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഇതിവിടെ ഇരുന്ന് റെഡിയാകട്ടെ. വേണ്ടത് ഒരല്പം ഇതൊന്ന് എന്താ പറയുക, അത് തിക്കായി വരാനും വേണ്ടിയിട്ട് നമുക്കൊരല്പം മൈദ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മൈദ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനത്തോടെ ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതിയാവും നമുക്ക് മൈദ. അതപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഈ ചെറിയ ജീരകമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്ത് പൊടിക്കണം. ഇതിൻ്റെ ഒരു പകുതി എടുത്ത് നമ്മൾ വറുത്ത് പൊടിക്കാം. ഇപ്പം നമ്മൾ 2 തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 2 തേങ്ങയുടെ പാലെടുക്കണം കേട്ടോ. അപ്പോൾ തനിപ്പാൽ എടുത്ത് ആദ്യം മാറ്റി വെക്കണം. അതിന് ശേഷം 2ാം പാൽ നമുക്ക് ആവശ്യമുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് 2ാം പാലും എടുക്കണം. അപ്പോൾ ഈ 2 തേങ്ങ തിരുമ്മി ഇതിൻ്റെ തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യമാണ്. അത് നമുക്കിപ്പോൾ തൽക്കാലം, അതായത് ഈ ചക്കയൊക്കെ വെന്ത് കിട്ടി ഇത് ഉടഞ്ഞ് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പം പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നെയ്യ് പൊട്ടിച്ച് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കാം. ഇതിലേക്ക് നെയ്യ് ഇട്ടിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു 150 ഗ്രാം നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട് നെയ്യ്. നമുക്കിതിലേക്ക് ഈ ചക്ക കുടഞ്ഞിട്ട് കൊടുക്കാം. ഇത് ഇതിൽ കിടന്ന് നല്ലപോലൊക്കെ വെന്ത് ഉടഞ്ഞ് കിട്ടണം. നമ്മുടെ ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കര പാനി ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് അരിച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ശർക്കര പാനി കിടന്ന് ഈ ചക്ക നല്ലപോലൊക്കെ വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഈ നെയ്ക്കകത്തൊന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് സമയം നമ്മുടെ ഈ നെയ്ക്കകത്ത് ഈ ചക്ക കിടന്നൊന്ന് വഴന്ന് കിട്ടട്ടെ. അപ്പോൾ ഈ നെയ്ക്കകത്ത് കിടന്ന് ഏറെക്കുറെ നമ്മുടെ ചക്ക ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ശർക്കര പാനി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയെല്ലാം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് ഈ ചക്ക നല്ലപോലൊക്കെ വേകട്ടെ. ഈ സമയം നമുക്ക് ഈ ഇഞ്ചിയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചുക്കുപൊടിയാണെങ്കിൽ ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇഞ്ചി നീരായതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അത് ആ വെള്ളം വറ്റി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ശർക്കര പാനിക്കകത്ത് കിടന്ന് ചക്കയുടെ പാനിയൊക്കെ പറ്റി എല്ലാം പറ്റിയില്ല, വെന്ത് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. നല്ല ക്ഷമ വേണം. ചക്കയലുവ ഉണ്ടാക്കണമെങ്കിൽ നല്ല ക്ഷമയോടെ കൂടെ ഇതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് സമയമെടുക്കും ഇത് നമുക്ക് റെഡിയായി കിട്ടാനായിട്ട്. അപ്പം ഇതിലേക്ക് നമുക്കെന്ത് ചെയ്യാം, കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ സമയം തന്നെ നമുക്ക് ജീരകപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര നെയ്യ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും വേണ്ട. ഇത് 50 ഗ്രാം ജീരകമാണ് പൊടിച്ചത്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതി നമുക്ക്. ഇത്രയും മതി ജീരകം. ആ ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് തൂക്കി കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ആയിട്ടില്ല. ഈ ശർക്കരപ്പാനിയൊക്കെ നല്ലപോലെ വറ്റി കഴിയുമ്പോഴത്തേനും ഇനി നമുക്ക് തേങ്ങാപ്പാലിൽ കിടന്നിത് വേകാനായിട്ടുണ്ട്. കുറച്ച് സമയമെടുക്കും. ക്ഷമയില്ലാത്തവർ എന്താ പറയുക, ചക്കയലുവ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഇല്ലെങ്കിൽ ചക്കയലുവ ഉണ്ടാക്കി ക്ഷമ പഠിക്കും. അപ്പം നമ്മുടെ ചക്ക ഏറെക്കുറെ ഇവിടെ വെന്ത് ഉടഞ്ഞുകൊണ്ട് വരികയാണ്. ഒന്നും ആയിട്ടില്ല. ഈ പരുവായിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ സമയം ഇനി എന്ത് ചെയ്യാം,
തേങ്ങാപ്പാലിനകത്ത് കിടന്ന് ബാക്കി വേകുമ്പോഴത്തേന് ചക്കയെല്ലാം ഉടഞ്ഞ് നല്ല പരുവായി കിട്ടും. ഇതിപ്പോൾ മുഴുവനും ഉടഞ്ഞിട്ടില്ലല്ലോ, കണ്ടില്ലേ? അപ്പം ബാക്കിയും കൂടെ വേകാനുള്ളത്. ശർക്കര പാനി ഏറെക്കുറെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടെ തേങ്ങാപ്പാലാണ് നമുക്ക് ഒഴുക്കി കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. 2 തേങ്ങയുടെ പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. എല്ലാം ഒഴിച്ചു മട്ട് ഒഴിക്കുക, അത് കളഞ്ഞു. അപ്പം 2 തേങ്ങയുടെ പാല് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനി വറ്റിയതുപോലെ തന്നെ ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് നമ്മുടെ ഈ ചക്ക വെന്ത് വരണം. കുറച്ച് സമയമെടുക്കും. എൻ്റെ മോള് എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അതൊക്കെ ചെയ്യാൻ നല്ല താല്പര്യമാണ്. ഇതാണ് എൻ്റെ മോള്, നാണം വരുന്നു. ഇപ്പം നമ്മുടെ ചക്ക തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഏറെക്കുറെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മൈദ, കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരുപാട് വേണ്ട, കുറച്ച് മൈദ ഈ വെള്ളത്തിലേക്ക് കലക്കി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൈദ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഒരു 50 ഗ്രാം മൈദ ആണ് നമ്മുടെ ഇവിടെ വെള്ളത്തിൽ കലക്കി കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, ഇതിന് വറ്റാനായിട്ട് നമുക്ക് കുറേ സമയം എടുക്കും. അപ്പം കണ്ടല്ല, തേങ്ങാപ്പാലിനകത്ത് നമ്മുടെ ചക്കയെല്ലാം വെന്ത് യോജിച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ടൈറ്റാകാൻ തുടങ്ങും. ആ സമയം കൊണ്ട് കൈയെടുക്കാതെ ഇളക്കി. ഇനി ഇത് ഇവിടെ നിന്ന് പോകാൻ പാടില്ല. പറ്റില്ലേ? ഇനി പെട്ടെന്ന് ടൈറ്റായി തുടങ്ങും. ഈ സമയം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി കട്ട് ചെയ്ത് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അണ്ടിപ്പരിപ്പ് ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്, ഉണക്ക മുന്തിരി ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. നെയ്ക്കകത്താണ് ഇതെല്ലാം വറുത്തത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഇവിടെ ചെറിയ പീസായിട്ട് നമ്മൾ മുറിച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഉണക്കമുന്തിരി നെയ്ക്കകത്ത് വറുത്തത് എല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ നെയ്യടക്കം അങ്ങ് ഒഴിച്ചേക്കുക. അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇടുക. അത് നല്ലപോലെ ഇനി ഇളക്കുക. ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ മൈദ ഇട്ടത് കൊണ്ട് പെട്ടെന്ന് ഇനി ടൈറ്റായി വരും. ഇനിയാണ് നമുക്ക് പാട്, കാരണം കൈയെടുക്കാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല കഷ്ടപ്പാടാണ് ചക്കയട ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ എത്ര നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ചക്കക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് നമുക്ക് ഇത് ഇളക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് നേരിടുന്നത്. ഏറെക്കുറെ ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും ആയിട്ടില്ല. നമ്മൾ എല്ലാ ഐറ്റംസും ഇതിൽ ചേർത്ത് കഴിഞ്ഞു. ഇതിങ്ങനെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഈ ചട്ടിയെ ഇളകി അങ്ങനെ ഉരുണ്ട് വരുന്ന ഒരു പരുവാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം.
അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏറെക്കുറെ ചട്ടിയെന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, ആയിട്ടില്ല. നമ്മൾ ഒഴിച്ചിട്ടുള്ള നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങും. ഏറെക്കുറെ ചട്ടിയെന്ന് വിട്ട് തുടങ്ങി. ഓടി നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞു തുടങ്ങി, നെയ്യൊക്കെ ഊറി വരാൻ തുടങ്ങി. കണ്ടോ, ഇതിനകത്തുനിന്ന് നെയ്യൊക്കെ ഇങ്ങനെ വലിച്ച് ഒഴുകി ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആയിട്ടില്ല, കുറച്ചുകൂടെ നമ്മൾ ഈ ചട്ടിയെ തൊടാതെ ഈ ചട്ടുകത്താൽ ഇങ്ങനെ ഒഴുകി നടക്കാതെ ആ പരുവമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കണം. നല്ല പണിയുണ്ട് ചക്ക അലുവ ഉണ്ടാക്കാനായിട്ട്. നിറമൊക്കെ മാറി ചട്ടിയെന്നൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. നെയ്യൊക്കെ തെളിഞ്ഞ് തുടങ്ങി. ഈ ഒട്ടിപ്പിടിക്കുന്ന പരുവം മാറണം. നമ്മൾ അരിയാതിട്ട ചക്കയാണ്. ഈ തേങ്ങാപ്പാലിനകത്തിനും ശർക്കരപ്പാനിയിലും ഒക്കെ കിടന്നപ്പോഴത്തേന് വെന്തുടഞ്ഞ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ സമയം കളയണമെന്നില്ല, കുരു കളഞ്ഞ് മുഴുവനത്തെ ഇട്ടാൽ മതി. കാരണം എന്തായാലും ഇത് വെന്ത് കിട്ടണമല്ലോ. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം ഇതിനകത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ശകലം ഏലക്കായും കൂടെ പൊടിച്ച് ഇതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്ക പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചക്ക അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നെയ്യെല്ലാം ഊറി വന്നിട്ടുണ്ട്. മറിച്ചിട്ടാൽ മറിയുന്നുണ്ട്. അതുപോലെ കണ്ടോ, മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇനി സമയം വൈകി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതങ്ങ് കല്ല് പോലെ ഇരിക്കും. നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ പിന്നെ ബലം പിടിച്ച് ഇരിക്കും. ഒരു അലുവയുടെ പരുവത്തിൽ ആ സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് എന്താ പറയുക, ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് അമർത്തി, പ്ലേറ്റോ ട്രേയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് റെഡിയാക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആറി കഴിയുമ്പോൾ നമുക്ക് കത്തി കൊണ്ട് മുറിച്ച് അലുവ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ നെയ്യൊക്കെ ഇവിടെ ഊറി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയും നമ്മൾ ഒഴിച്ച അത്രയും നെയ്യെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് ഒഴുകി നടക്കുന്ന ഒരു പരുവമാണ്. കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം,
ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്ഷമ ആവശ്യമാണ്. ഏറെ മണിക്കൂറുകൾ എടുക്കും. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പം ഏറെക്കുറെ ഇപ്പം ഞാൻ ഒരു പരുവായിട്ടുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പം ഇതെന്താണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഇല്ലാതെ നല്ല ശുദ്ധമായ ചക്ക അലുവയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. യാതൊരു വിഷാംശം ഇല്ലാത്ത, അതിനോടൊപ്പം തന്നെ പോഷക സമൃദ്ധമായിട്ടുള്ള അലുവയാണ് നമ്മുടെ ഈ ചക്ക അലുവ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നില്ല, നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി സെറ്റാക്കി വെക്കാം. ഓക്കെ. അപ്പം നമ്മൾ അതിനായിട്ടൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് തന്നെ നെയ്യ് കോരി ഒഴിച്ചതാണ് ഇതിലേക്ക്. ഈ പാത്രത്തിൻ്റെ അടിയിൽ ഈ നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ട് വേണം ഇതിലേക്ക് നമ്മൾ കോരി വെക്കാനായിട്ട്. അപ്പം നമുക്കിത് കുറച്ച് കോരി ഇതിലേക്ക് ഇട്ട് വെക്കാം. കണ്ടോ? അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ചക്ക അലുവ ഇവിടെ പ്ലേറ്റിലേക്ക് മാറ്റി മണ്ടയെല്ലാം ഒന്ന് അമർത്തി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.